ഫ്രണ്ട്സ്, അങ്ങനെ ഇന്ന് തിരുവോണവും എല്ലാവരും ഭംഗിയായി ആഘോഷിച്ചു അല്ലേ? നല്ല സദ്യയൊക്കെ ഉണ്ടു. ഓരോരുത്തരും ഓരോരോ സ്ഥലങ്ങളിലേക്ക് പിന്നെ ആഘോഷങ്ങൾക്കും ഒക്കെ ആയിട്ട് പോയി. ഞങ്ങൾ ഇന്നലെയാണ് പുറമേ പോയുള്ള ആഘോഷങ്ങൾ നടത്തിയത്. ഇന്നലെ ഞങ്ങൾ, അതായത് ഉത്രാട ദിവസം ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ല. ഇന്നലെയൊക്കെ പിള്ളേരുടെ കൂടി ഇങ്ങനെ ചുറ്റുമായിരുന്നല്ലോ. ഇന്നലെ ഞങ്ങൾ രാവിലെ ഇവിടുന്ന് കുമരകത്തേക്കാണ് പോയത്. രാവിലെ ഒരു 1 ഡേ പ്രോഗ്രാമായിരുന്നു. കുമരകത്ത് ഗോകുലം ഗ്രാൻഡ് റിസോർട്ട്, വേമ്പനാട്ടുകായലിൻ്റെ തീരത്തായി അതിമനോഹരമായ റിസോർട്ടാണ്. അവിടെ ഒരുപാട് കലാപരിപാടികളൊക്കെ നടന്നിരുന്നു. ഞങ്ങളും അതിനകത്ത് പങ്കുചേർന്നു. സമ്മാനങ്ങളൊക്കെ കിട്ടി. പിന്നെ വളരെ സന്തോഷമായിരുന്നു. ഞാനും എല്ലാത്തിലും വളരെ സജീവമായി പങ്കുചേർന്നു. ഒരുപാട് ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുത്തു. വീഡിയോകളൊക്കെ പിള്ളേരാണ് എടുത്തത്. അതുകൊണ്ട് എനിക്ക് കിട്ടാൻ ഒരു വഴിയില്ല. കിട്ടിയാൽ ഞാൻ ഇതിലൊക്കെ എടുത്ത് ഇട്ടുകളയും. അതുകൊണ്ട് അതൊന്നും ഞാൻ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് 1-2 വീഡിയോ തരണേന്ന്. നിങ്ങളാരും ഇല്ലാത്ത വീഡിയോ തരണേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നലെ ഒരു ദിവസത്തെ ഒരു 1 ഡേ പ്രോഗ്രാമായിരുന്നു അത്. ഞങ്ങൾ രണ്ടാമത്തെ മോനും കുടുംബവും, അതായത് 2 മക്കളും ഭാര്യയും അവനും പിന്നെ ഞാനും മാഷും, ഞങ്ങൾ 6 പേരും കൂടെ ആയിരുന്നു പോയത്. നല്ലൊരു അനുഭവമായിരുന്നു. അവിടെ ഉഷാറം മാവേലി ഞങ്ങളെല്ലാം വളരെ ഞങ്ങളുടെ കൂടെ ഒക്കെ എൻ്റർടൈൻ ചെയ്തു മാവേലി. പിന്നെ തിരുവാതിരകളി, കൈകൊട്ടിക്കളി ഒരു ഗ്രൂപ്പിൻ്റെ അവർ അറേഞ്ച് ചെയ്തിരുന്നു. അതൊക്കെ നന്നായിട്ട് ആ കുട്ടികൾ കളിച്ചു കേട്ടോ. സ്ത്രീകൾ, ലേഡീസ് നന്നായിട്ട് അവർ കളിച്ചു. പറ്റിയാൽ ഞാനത് ഇതിലിടാം കേട്ടോ. അത് ഞാൻ മെല്ലെ ഒന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. 3-4 തിരുവാതിര നല്ലതായിട്ട് അവർ തന്നെ, ഒരേ ടീം തന്നെ ഇവർ അറേഞ്ച് ചെയ്തിരുന്ന ആൾക്കാരെ പുറത്തുനിന്ന്. അത് കഴിഞ്ഞ് നല്ല സദ്യ, നല്ല കുത്തരി മീൻസ് തവിടുള്ള ഒരു തരം അരിയില്ലേ, അവർ പറഞ്ഞത് പാലായിന്നോ മറ്റോ അവർ ശേഖരിച്ച അരിയാണെന്ന്. നല്ല സദ്യ, 4 തരം പായസമൊക്കെ ആയിട്ട് നല്ല സദ്യ. അങ്ങനെ എന്തെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. അതുപോലുള്ള വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കാൻ പറ്റുമായിരുന്നവർക്ക് നല്ലതാണ്. പിള്ളേരൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷെ അവരൊന്നും ഇടാൻ തരില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്തായാലും നന്നായിട്ട് ഞങ്ങൾ ഇന്നലെ എൻജോയ് ചെയ്തു. ഇന്നിപ്പം തിരുവോണവും രാവിലെ മോള് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. ഇന്നിപ്പം ജോലിക്കാരും ആരും വരികയില്ല, തിരുവോണമല്ലേ. അപ്പോൾ എൻ്റെ മോള് തന്നെയല്ല രാവിലെ ഇഡ്ഡലി, സാമ്പാർ, ചട്നി ഒക്കെ ഉണ്ടാക്കി രാവിലെ. അതൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നാളെ ഇവിടുന്ന് ഞങ്ങൾ പോവുകയാണ് പാലക്കാട്ടേക്ക്. അപ്പോൾ തുടങ്ങും എനിക്ക് ഉത്തരവാദിത്വങ്ങൾ. അടുക്കളയുടെ ഭരണം. രജനി നാളെ വരികയില്ലെന്നും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൾ അവിടെ വീട്ടിലേക്ക് പോയിരിക്കുക അത്രയും ഇന്ന് രാവിലെ, രജനിയുടെ കുടുംബത്തേക്ക്. അപ്പോൾ നാളെ കഴിഞ്ഞേ വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇന്ന് രാവിലത്തെ ജോലി മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ എന്നാലും ഇന്ന് ജോലി തന്നെയായിരുന്നു മോക്ക്. നമ്മുടെ ടോബിയെ കുളിപ്പിക്കുക, അവനെ നന്നായിട്ട് തേച്ച് കുളിപ്പിച്ച് അവനെ പൊട്ടൊക്കെ തൊടിച്ച് ചന്ദനമൊക്കെ തൊടിയിച്ചു. അങ്ങനെ രാവിലത്തെ അതൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്ക് പിന്നെ ഇത്രയും പേർക്കൊന്നും, പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, നേരത്തെ പറഞ്ഞിട്ടില്ലേ, മോളുടെ അമ്മ മുകളിലുണ്ട്. അമ്മയും അച്ഛനും താമസിക്കുന്ന തറവാട് ഞാൻ കാണിച്ചിരുന്നല്ലോ. അവിടെ താമസിച്ച് തന്നെയുള്ള സെർവൻ്റുണ്ട്. അമ്മ താഴോട്ടൊന്നുമല്ല. അമ്മയ്ക്കാകുമായിരുന്നെങ്കിൽ സദ്യയൊക്കെ അമ്മ ഒരുക്കിയേനെ. പുള്ളിക്കാരത്തിക്ക് ഇത്തിരി ഒരു സുഖമില്ലാത്തതുകൊണ്ട്, സുഖമില്ല അങ്ങനത്തെ സുഖമില്ലായിരിക്കും, കാലിനൊരു ബുദ്ധിമുട്ട് പെട്ടെന്നുണ്ടായി. അത് കാരണം കൊണ്ട് പുള്ളിയെ കൊണ്ട് ഇപ്പോൾ അങ്ങനെ ഇത്രയും പേർക്കും സദ്യ ഒരുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പുള്ളിക്കാരി നന്നായിട്ട് സദ്യയൊക്കെ ഒരുക്കി ഞങ്ങൾ വന്നാൽ തരും. പിന്നെ ഇന്നപ്പോൾ സദ്യയൊക്കെ വരുത്തുമായിരുന്നു, കാറ്ററിങ് അറേഞ്ച് ചെയ്യുമായിരുന്നു. നല്ല സദ്യയായിരുന്നു കേട്ടോ. ഇന്നലെ 4 തരം പായസം ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷേ 2 തരം, പാൽപ്പായസവും അടപ്രഥമനുമായിരുന്നു ഇന്ന്. അങ്ങനെ നല്ലൊരു സദ്യയായിരുന്നു. എല്ലാ വിഭവങ്ങളോടും കൂടിയ നല്ല സദ്യ, അതൊക്കെ ഉണ്ടു. പിന്നെ ഇനിയിപ്പം എല്ലാ സിനിമയ്ക്ക് വല്ലതും പോകുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ പോവുകയില്ല.
കാരണം ടി വി തന്നെ എന്തോ ടിക്കറ്റ് നമ്മൾ ചാർജൊക്കെ ചെയ്തിട്ട് കാണാമല്ലോ. മോള് ചോദിച്ചാൽ അങ്ങനെ വല്ലതും കാണണമേ ഇതിനകത്ത്. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ സിനിമയോട് വലിയ താല്പര്യമില്ല, സത്യം പറയാമല്ലോ. സിനിമയും സീരിയലും ഒന്നും താല്പര്യമുള്ള ആളല്ല ഞാൻ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നല്ല കാലത്ത് സിനിമയൊക്കെ പോയി കാണുമായിരുന്നു, ഇപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ഇന്നലെ ഏതായാലും നല്ലൊരു അനുഭവമായി ഇന്നലത്തേത്. പിന്നെ ഒരുപാട് ഫാമിലികൾ ഒക്കെ അവിടെ വന്നു, പരിചയപ്പെട്ടൊന്നുമില്ല. വെളിയിൽ വെച്ചൊക്കെ ചിലരെയൊക്കെ കണ്ട് ചിരിച്ചു. പിന്നെ ഭക്ഷണം കഴിക്കാൻ നേരത്ത് കുറേ പേരെ കണ്ട് ചിരിച്ചു എന്നല്ലാതെ ഈ പിള്ളേരൊന്നും അങ്ങനെ വർത്തമാനം പറയാനൊന്നും പോകില്ല. ഞാൻ തന്നെയുള്ള എല്ലാവരെയും പരിചയപ്പെട്ടേനി. വളരെ ഇതായിട്ടുള്ളതാണ് എൻ്റെ മക്കൾ, എന്നെപ്പോലല്ല, വളരെ ക്വയറ്റായിട്ടുള്ളവരാണ് 3 പേരും. അച്ഛൻ്റെ സ്വഭാവമാണ്. ഞാനാണ് എല്ലാവരും ഓടി നടന്ന് വരകുന്നത്. അവർക്കതൊന്നുമില്ല. അങ്ങനെ ഉച്ച സദ്യയൊക്കെ ഉണ്ടിട്ട് ഇരിക്കുമ്പം നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളൊക്കെ എന്തൊക്കെ പായസങ്ങളാണ് പിന്നെ ഉണ്ടാക്കുമായിരുന്നോ, ഭക്ഷണം സദ്യ വരുത്തുമായിരുന്നോ എന്നൊക്കെയുള്ള നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആരൊക്കെ ഉണ്ട് ഭക്ഷണം വെച്ചവരെന്നും ആരൊക്കെ ഉണ്ട് സദ്യ വരുത്തിയവരെന്നൊക്കെ ഉള്ള കാര്യം ടീച്ചറോട് പറയണം കേട്ടോ. എനിക്കതൊക്കെ കേൾക്കാൻ ഒത്തിരി ഇഷ്ടമാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ പറ്റിയ ഇതിൻ്റോടുകൂടി ഇന്നലത്തെ ഉത്രാടത്തിൻ്റെ 2-3 വീഡിയോ ഞാൻ ഇടാം. തിരുവാതിര കളിയുടെയൊക്കെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. നിങ്ങളൊക്കെ അത് കണ്ട് ആസ്വദിച്ചോളൂ കേട്ടോ. എല്ലാവർക്കും ഇനി നമ്മൾ 1 വർഷം കാത്തിരിക്കണ്ടേ മഹാബലി വരാനും ഒരു ഓണം ആഘോഷിക്കാനും ഒക്കെ. എത്ര ദിവസത്തെ തയ്യാറെടുപ്പുകളും ഒക്കെ ആയിരുന്നു അല്ലേ. അത് കഴിഞ്ഞു. അങ്ങനെ ഇനിയും ഓണം വരും, വിഷു വരും, തിരുവാതിര വരും. ഇതാണല്ലോ നമ്മുടെ ആചാരങ്ങൾ. അങ്ങനെ ഈ കൊല്ലത്തെ ഓണവും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു സുദിനമായി തീരട്ടെ ഇന്നത്തെ ദിവസം. എല്ലാവർക്കും ഹാപ്പി ഓണം. മഹാബലിയെ നമ്മൾ അങ്ങേയറ്റം ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. നല്ല ഭരണാധികാരികളെ എപ്പോഴും പ്രജകൾ സ്നേഹിക്കും, ആദരിക്കും അല്ലേ. നല്ല ഭരണാധികാരികളെ ജനങ്ങൾ ആരാധിക്കും, അവർ വീണ്ടും വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കും. അതിന് തെളിവാണല്ലോ നമ്മുടെ മഹാബലിയുടെ വരവും മഹാബലിയെ കാത്ത് നമ്മളിരിക്കുന്നതും ഒക്കെ അല്ലേ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞാൻ എൻ്റെ വീഡിയോകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാഴ്ചവെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം പറയട്ടെ. എല്ലാവർക്കും ഹാപ്പി ഓണം.